സിംബ സിംബ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ആ കൊടുത്താ പാല കുടിച്ചാ സിംബായേ എന്നാ അവിടെ പോവാ. പോവാണോ? സുന്ദരി ഗുഡ് മോർണിംഗ് ഇല്ലേ? ആ ഗുഡ് മോർണിംഗ് നിർബന്ധമൊന്നുമില്ല. എടി ഇതിനകത്ത് പാക്കരൻ ഏതാണെന്നറിയോ? പാക്കരൻ ഭാസ്കരൻ. ഇതിനകത്ത് ഭാസ്കരന്റെ കളർ പറഞ്ഞ ഏതാന്ന്? ഗ്രീനോ വെള്ളയാണോ ഭാസ്കരൻ? ആ ഇത് ഈ നിൽക്കുന്നവനാ ഭാസ്കരൻ. ഈ നിൽക്കുന്നവനാ ഭാസ്കരൻ. ഇതാ ഭാസ്കരൻ. കണ്ടോ? ആ റെഡും ബ്ലാക്കും. റെഡല്ലോ കളർ എന്നാ കളറാണ്? ഇവിടെ ഭാസ്കരൻ വേറിട്ടെ. എന്നാ സുന്ദരനെ അപ്പയെ കാണാൻ. ആരെ കൊണ്ടോ? ഡിമ്മർ കൊണ്ട് അടുത്ത് വരുന്നുണ്ട്. എന്നാ സുന്ദരനെ അപ്പയെ കാണാൻ. നമ്മ ഇത് കണ്ടിട്ട് പറയാണേ എന്നാ സുന്ദരനെ അപ്പയെ കാണാന്ന്. കേട്ടോ? ഇത് നമ്മളെ ബാലരമയ്ക്കകത്തൊരു ഇതുണ്ടായിരുന്നു, ഒരു പട്ടിയുടെ കൂടെ നടക്കുന്ന ആരായിരുന്നു? നമ്മേ പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. ആരായിരുന്നത്? ബാലരമയ്ക്ക എപ്പോഴും പട്ടി കൂടെ ഉണ്ടായിരുന്നേ. ജമ്പനും തുമ്പനും അല്ല, വേറൊന്നും ഉണ്ടായിരുന്നു. ബോബനും മൂളിയല്ലേ ഇതുപോലെ? അയ്യോ വിട്ട് താഴ്പോ. ആ പൊക്കോട്ടെ, നമ്മളിവിടെ പണിയെല്ലാം ചെയ്ത് തീർത്തിട്ടേ പോത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിന്റെ വഴിയും കൂടെ കേൾക്കണം. രാവിലത്തെ പണിയും ഉച്ചക്കത്തെ പണിയും കഴിഞ്ഞു. ദോശ, സാമ്പാർ, നാളത്തേക്ക് അപ്പത്തിനിട്ടേക്കുന്ന ചോറ് അടുപ്പേ കിടക്കുന്നു. ഇതിപ്പോൾ ശാമ്പവി കഴിക്കുന്നു. എല്ലാ പണിയും തീർത്ത് വെച്ചിട്ടാണ് പോകുന്നത്. ശ്യാമളമ്മയ്ക്ക് ഒരു പണിയും ബാക്കിയില്ല. ഇവിടെ ശ്യാമളമ്മയാണ് ഇവിടെ പണി ചൂല്ലോ എന്ന് പറയും. അപ്പൊ ശരിയെന്നാ പോയിട്ടാ ശാമ്പവിയെ. ഓക്കെ ബൈ. കൂട്ടിക്കറോടി മതിയില്ലേ? ന്യൂട്രിയാൻ പറഞ്ഞോ? എന്താ വരെ പോവാ? ഹലോ ചോദിച്ചോ? മേടി ആ തിരിച്ചോ
അവിടെ കയറിക്കോ, കയറേ കയറേ, അത് കുഴപ്പമില്ല. ഈ പാലാണ് ഈ പാലം ഇതല്ല, ഈ ഇതൊക്കെ നല്ലതായിട്ട് അറിയാമേ. നിങ്ങളുടെ മുക്കാലും ഞാൻ കാണുന്നുണ്ട് കേട്ടോ കേട്ടോ. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ നല്ല എനിക്ക് സമയം കൂടെ ഓടി വന്ന് നിങ്ങളുടെ എന്റെ യാത്ര വന്ന ഉടനെ വെച്ച് ഞങ്ങൾക്ക് കുറച്ച് നേരം കാണും. എത്ര ഫാൻസ് ആയിരുന്നു. പപ്പ ഇവിടെ ആശുപത്രി പോയത് കൊണ്ടുപോയോ? താടി എവിടെ ഞാനിപ്പൊ വിളിച്ചായിരുന്നു. അപ്പം എന്നാ ചേച്ചി പറഞ്ഞു ചോര നിക്കുന്നില്ല. അവിടെ കുഞ്ഞ് എവിടെല്ലാം സ്ഥലത്താണ് നിങ്ങൾ പോകുന്നത്? ആ വഴിയൊക്കെ കണ്ടാലേ പേടി വരും. ഏതാ നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ഈ ക്യാമറയും കൊണ്ട് പോകുന്ന ആ വഴി കുറവാണ്. ഇപ്പോഴാ കുറവ്. സംഭവയാ നേരത്തെ പിച്ചിരി കൂടുതലായത് കൊണ്ടാണ് പിച്ച് വന്നാൽ അപ്പേ അപ്പേ എപ്പോഴും വിളിക്കുന്നത്. അപ്പേ അപ്പേ എനിക്ക് ആ വിളി കേൾക്കുന്നത് ഇഷ്ടമാണ്. അപ്പേ അപ്പേ എടി അപ്പേ അപ്പൂപ്പനെ കണ്ട കുഴപ്പമില്ല. അപ്പൂപ്പ മുടിയൊക്കെ നരച്ചാണ്. അല്ല വിളിച്ച അങ്കിളിനെ വിളിച്ചേ അതെ. ആ നേരെ കാണുന്ന വാഗമണ്ണ. മാറിക്കോളൂ മാറിക്കോളൂ. ആശ കുഞ്ഞതായി പോയ പോലെ. ഇവിടെ ടെമ്പററുണ്ട് ഡോക്ടർ. വണ്ടി ഇവിടെ ഇടാൻ. എന്നിട്ട് വരുമ്പോ മാറ്റാനില്ല. അവര് വരുമ്പോ അല്ല അങ്ങോട്ട് ഇതില് പാടല്ലേ ഇത്. ഇവിടെ ഇരിക്കാം. ഓ പിന്നെ ഇവളുള്ളപ്പോ ഞാനത് എന്നേലും അറിയാന്ന് പറയാം. എന്നേലും അറിയാന്ന് പറയാം. ഇതൊന്നുകൂടെ എനിക്ക് അത്ര പിഴിയാൻ പറ്റുന്നു. വെള്ളം വരണേ. എങ്ങനെയുണ്ട് വിശേഷമൊക്കെ? ഇത്രയാണല്ലോ കണ്ടിട്ട്. ദേഷ്യം ഉണ്ടായിരുന്നല്ല, ഇപ്പോഴും ഉണ്ട്, തീർന്നിട്ടില്ല. ബിരിയാണി ഉണ്ടാക്കണം. എന്റെ ഈ രണ്ട് കൈ കൊണ്ടെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ? എല്ലാം പിടിച്ചു വെച്ചു. ഞാൻ
വൈകിട്ട് വരാന്ന് ചേട്ടാ മലപ്പുറം വരാതിരുന്ന എനിക്കറിയാം. വെള്ളം വരും. ഒന്നിനും പറഞ്ഞില്ല എന്നെ പോലെ. ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുത്ത മോനെ. ഹാപ്പി ബർത്ത്ഡേ ഒരു ഉമ്മ കൊടു. വന്നതിന്റെ ഒരു നാണത്തിലിരിക്കുക കുറച്ച്. നഴ്സറി അപ്പുറത്തോടാണെങ്കിൽ രേഖ പറയാം. വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ വല്ല ചോദിക്കണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ല. നീളത്തിലല്ലേ ആഴത്തേ ഉള്ളൂ. അത് തെറ്റില്ല. ഇവിടെ വീട് പോയോ? ഞങ്ങൾ ഒരുമിച്ച് വന്നേ. വിളിച്ചായിരുന്നു, അപ്പം വണ്ടിക്ക് വന്നു. ശരി. അങ്ങോട്ടാ ടി വിയിൽ എടുക്കതേ. അങ്ങോട്ട് പോയിട്ട്
ഇടുക്കി രൂപ കണ്ടപ്പോഴാണ് ഇടുക്കി നമ്മളെ ഒരു രണ്ടാമത്തെ ചേട്ടൻ പോലീസായിരുന്നു. ഇടുക്കി രൂപം കണ്ടപ്പോ ഞാനും പോലീസിൽ ചേരാൻ അവിടെ പോയതാണ്. എല്ലാം ഫിറ്റായതാണ്. പിന്നെ കേറിയില്ല. അത് കഴിഞ്ഞപ്പോ ഗൾഫിന് പോയി. ഇടുക്കി പൈനാവ് അവിടെ ഒക്കെ എനിക്കറിയാം. കുയിലുമലയെന്നായിരുന്നല്ലോ നേരത്തെ. അല്ല, ആദ്യം തുടക്കത്തിൽ കുയിലുമലയെന്നായിരുന്നു പേര്. ആണോ? ആണോ? പൈനാവ്. രൂപം കണ്ടപ്പം നമുക്ക് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്ന് എംപ്ലോയ്മെന്റ് എല്ലാം അങ്ങോട്ട് മാറ്റിച്ചു. അങ്ങനെ അവിടെ സെലക്ഷൻ ആയതാണ്. നമ്മളൊരു ചേട്ടൻ പോലീസുകാരനാണ്, ക്യാമ്പിനകത്തുണ്ട്. DYSPയുടെ ഡ്രൈവറാണ്. ഞാൻ വരെ അവിടെ കുറെ നാൾ പോയി കൊട്ടേഷൻ. പൈനാവിലാണോ? ഞങ്ങൾ അവിടെ താമസിച്ചോണ്ടിരുന്ന ആനയൊക്കെ ആയിട്ട്. IB ഒക്കെ ഇല്ലായിരുന്നു. IBയുടെ അവിടെ ഡാമിന്നൊക്കെ പുള്ളി മീനും. ഇവിടെ കൊണ്ടോ ഇപ്പൊ അവൾ ഇവിടുത്തെ വീട്ടുകാരെല്ലാം അറസ്റ്റ് ചെയ്തോളൂ പിള്ളേരെല്ലാം. ഹലോ 1 2 3 4 ഹലോ ചേട്ടാ. ഹലോ ചേട്ടാ. ചോക്ലേറ്റ് വേണ്ടേ? വേണ്ടേ? ആ കൊച്ചിന് കൊടുക്കാം അല്ലേ? ഹലോ. ചേച്ചി കയ്യിൽ കൊടുത്ത് കഴുകിയിട്ട് നിങ്ങൾ കേട്ടോ. ഇപ്പോഴല്ല, ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ. കേട്ടോ, ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു കഴുകിയിട്ട് കഴിക്കണേ കേട്ടോ. ഹായ്. ഒന്ന് കാണിച്ചാൽ മതി. ഒന്ന് കാണിച്ചു സ്റ്റിക്കർ കാണിക്കും. ആരെന്നത് അടുക്കള ഇരിക്കുന്ന കണ്ടാണല്ലോ. ഒരെണ്ണം കൊടുക്കാവോ? വേണ്ടേ? ഒരെണ്ണം കൊടുക്ക. ഫോൺ വന്നോ? ഹലോ. ഹലോ. ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ബലൂണ്. ചേച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. തൊപ്പി. എന്നുണ്ടാക്കാനാ ഇതൊക്കെ? ഉച്ചയായല്ലോ. കുക്കറിനകത്ത് ഇട്ടാ പോലെ എല്ലാം കൂടെ ചെയ്തത് എല്ലാം പ്രത്യേകിച്ച് അങ്ങനെയാണോ? അങ്ങനല്ല. കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത് മൊത്തം? കുക്കറിലല്ലേ, പിന്നെ ആ പാത്രത്തിൽ. ഡ്രസ് ഇട്.
എനിക്ക് ഞാൻ ഫാദിനൊക്കെ വിളിച്ചത്. കേക്കാണോ? ഇരുന്നോണേ, എല്ലാവരും വന്നിട്ടാണ് മുറിക്കുന്നത് കേട്ടോ. എന്നാ ചേച്ചി കയ്യെ പിടിച്ച് മുറിപ്പിക്കണേ. ചേച്ചി ഇപ്പൊ വരുവേ. അങ്ങോട്ട് വാ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കസാര വന്നിരിക്കാനായിട്ട്. ഇത് കണ്ടോ? അവളെ പിടിക്കണം. ഇങ്ങോട്ട് വാ. പിടിക്കണം. വേറെ വശത്തോട്ടൊക്കെ നോക്കുവേ. അന്നേരം ഈ സാധനം പോകും. അന്നേരം വീഴുന്നേ. ഇവിടെ ഇരി. ഇവിടെ അങ്ങോട്ട് ഇച്ചിരി കൂടെ മുന്നോട്ട് പോകും. മുന്നോട്ട് പോകും ഇച്ചിരി കൂടെ. നേരെ ഇരിക്കും. ഇപ്പൊ വരും. ഇപ്പൊ വരും ചേച്ചി. ചേച്ചിയെ കുഞ്ഞു പിള്ളേരെ എല്ലാം വിളിച്ചോണ്ട് വരാൻ തൊട്ട് നോക്കിയാൽ ഇരിക്കാൻ പറ്റില്ല. പാലൊക്കെ മാറി. വാച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഏറ്റവും ചെറിയ വ്യക്തിക്ക് വലിയ ഇതാ അവള് ചെരുപ്പ് ഉഴുകുന്നേ കത്തിച്ചോ? കത്തിച്ചില്ല. എല്ലാരും വേണ്ട. കഥ കയ്യിൽ വളവും ഇല്ല. അത് കത്തിപ്പോവും. അവളെ കൈ പിടിച്ചു കത്തിച്ചതേ കണ്ട. കയ്യെ പിടിച്ചോ? ഇവിടൊക്കെ സന്തോഷം ചെയ്യാപ്പൂന. ചെയ്യാപ്പൂന ഏറ്റവും സന്തോഷം. ചെറിയ കഷ്ണമായിട്ട് വെച്ചു കൊടുക്കാൻ ചിരിച്ചിലെ കൊടുക്കടി. അവിടെ ഇരുന്നോ? ആദ്യം ചിരിച്ചിലെ കൊടുക്കും, പിന്നെ മുറിച്ചു കൊടുക്കാം. നിന്നോ? നിന്നോ? ഇരിക്കാൻ പറ്റില്ല. അതൊക്കെ കിട്ടി. അതേ കൊച്ചിലാവും. കൊണ്ട് പോയി കേട്ടോ. മുറിച്ചോണ്ട് വരാവേ. ഇച്ചിരി സ്ഥലം തരുമോ? അക്കുരി കിട്ടിയടി. വേണ്ട. ഇനിയുണ്ട് പരിപാടി. ഗിഫ്റ്റ് കഴിക്കും പിള്ളേരെ. അങ്ങനെയല്ല, ഇത് മുകളിലോട്ടാക്ക്. ഇതല്ലേ ഇത് ഇത് ഇങ്ങോട്ട് ഇങ്ങനെ പറക്കണ്ടോ? വാഗോണി പോയതാടെ. എനിക്കും തോടി അമ്മേ
അല്ലേ ബാറ്ററി ഇടണമായിരുന്നു. ഇത് ജോസ്നാന്റെ തന്നാണ്. കാലയിൽ ഒരു കാലയിൽ ഇട്ട് കാണിച്ചടി. അതല്ല ഊരി പോകത്തില്ല, കുറച്ച് ഇതാകുമ്പോ പെട്ടെന്ന് ഇതായിക്കോളൂ. ഇതിനെ കൊടുക്കണേ. കണ്ടോ അത് കളയാനൊക്കെ കേരള കഴിച്ചോ? പിള്ളേർ കഴിച്ചിട്ടില്ല. പിടിക്കുവോ? അറിയാറാ കേട്ടോ ബിരിയാണി സത്യം ഞാൻ പറയില്ല. ചൂടോ? വേണ്ട സൂപ്പർ. ഇത് കഴിഞ്ഞില്ലേടി ഈ പരിപാടി? പപ്പടം ഒരു മഞ്ഞാഴ്ച കൂടി ഇരിപ്പുണ്ട്. സലാഡ് എടുക്കണം. എനിക്കൊരു ഓംപ്ലേറ്റ്. ഓക്കെ ശരി. ഞാൻ കഴിക്കുവേ. ആണോ? ഞാൻ ഒറിജിനലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിച്ചാണ്. കൈ സ്ഥലമില്ല. നീ ഒന്ന് എടുത്തു തന്നെ. ആരും അടി ഉണ്ടാക്കരുത്. ഓംപ്ലേറ്റ് വേണ്ടി ബുൾസ വേണോ? ഓംലേറ്റ് ഒന്ന് തരാമോ? ഓംലേറ്റ് ഇതാരാ ഇത്? ആരാ? ഇതാരാ? ആണോ? ഒരു പ്രാവശ്യം പോവാ, ഞങ്ങൾ പോവാ. ഈ കൂടെ പോവാ. പിടിച്ചോ പിടിച്ചോ.
വണ്ടിയല്ല മണ്ടി ആരാ മണ്ടി അക്കുനെയാണ് വിളിച്ചേ. എവിടെ പോവാ ഹായ് ടാറ്റാ. വേർത്തൊഴിയാണോ ഇത്? മൂക്കൊക്കെ വേർത്തല്ലോ. ഒരു ഹായ് പറഞ്ഞേ. ഹായ് എനിക്ക് ഹായ് ഹായ്. കൂട്ടായി ഇതല്ലേ. ആദ്യം ഇറങ്ങി പോകുന്നു. ഞാനവിടെ ചെരുപ്പ് കൂട്ടാനായിട്ട് അവിടെ ഇരുത്തിട്ട് പോകുന്നു. പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് ഇവിടെ നിന്നോടി വെച്ചേ. കളിക്കാൻ പിള്ളേർ ഏതാ തെരഞ്ഞെടുക്കണ്ടെന്ന് അറിയാം. ഏത് പ്രായം വേണേലും പിടിക്കാൻ പറ്റത്തില്ല. അല്ല ഞങ്ങൾ ഇതിലൂടെ പോയാലോ? മേടിക്കണ്ടേ? ഇനി ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ അവൾ അവധി കിട്ടാനിങ്ങനെ നോക്കി ഇവിടെയൊക്കെ പോകാറുണ്ട്. വേണ്ടേ എന്നെ മോളെ വേണ്ടേ? ആരോടെ ഇരിക്കുന്നേ? ഇവിടെ ഇരിക്കാൻ വന്നാലും ആ ഉടുപ്പ് ഊരി ഇട്ടിട്ട് ആ പച്ചയോട് എടുത്തിട്ട് വെച്ചോ. രാവിലെ കഴിച്ചില്ല. നീ എല്ലാം കുറെ കഴിക്കും. ഉച്ചയ്ക്ക് കഴിച്ചോ? ഇല്ലല്ലോ. ചുമ്മാ അതിൻ്റെ പ്ലേറ്റ് മുമ്പിൽ വന്നിരുന്നിട്ട് എഴുന്നേറ്റ് പോയല്ലേ. ആ കുഞ്ഞു കൊച്ചു കഴിച്ചു ഇതിനെക്കാട്ട്. ആ അമ്മയുടെ ഉടുപ്പാ ഇട്ടേക്കണേ. ശരി നേരെ ജോവിയല്ല ഇട്ടേക്കണേ. എന്ന് വെച്ചാൽ ഭയങ്കരമല്ലേ കാണിക്കാൻ പറ്റിയ. എന്നാ കുഴപ്പം? ചേട്ടാ കാണിച്ചു എന്നാത്തിനാ? എന്താ മുട്ട അടിച്ചു. ഫോണില്ല, ഫോണെടുത്തിട്ട് ചെമ്പ്. നീ ഇവിടെ വന്ന് ബിരിയാണി വെച്ചോ? എടുത്തോന്നൊരു സംശയം. എടുത്തെടുത്തു. അതോട് ഇപ്പൊ വാള കൊണ്ടൊക്കെ തല വെച്ചു. മുരിങ്ങ മുരിങ്ങ
മുടിയൊക്കെ മൂന്നാണെന്ന് നടന്നു നോക്കില്ലേ? ആ ഇതങ്ങോട്ട് മുടിയൊക്കെയുള്ള നീളമുണ്ട്. എനിക്കുള്ളൂ. അതിനകം കേടായി. നല്ല വില അല്ലേ? അതിന്റെ കേട്ടതില്ല. പറയടി ആൻഡ്രിയോട് പോവാന്ന്. കുളിക്കാൻ കയറി. ഇന്ന് പോണോ ജയമേ? പോണ്ട. അന്ന് നമ്മളോട് സംസാരിച്ചില്ലേ അല്ലേ? അമ്മ കൊണ്ടുപോകുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. ഈ ചേട്ടൻ വിളിക്കുന്നു. എനിക്ക് വേണ്ട. അതിന്റെ മണ്ട കയറി നിക്കാവോ ആരെങ്കിലും? എന്നിട്ട് വേണം തലയും കുത്തി താഴെ വീഴാൻ. അല്ല, ആ നീക്ക് നീ വീഴുന്ന വീഡിയോ എടുക്കാം. ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലല്ലേ? ഉച്ചയ്ക്ക് തൊട്ട് കഴിക്കാൻ തുടങ്ങിയതാ. എനിക്ക് വേണ്ട. ചോക്ലേറ്റ് അല്ല, വേറെ മുട്ടായി ഞാൻ കണ്ടില്ല. പായസം ചോദിച്ചു പഠിക്കാൻ അമ്മയോട് പറ. അതെ ഞാൻ കഴിക്കണ്ടേ? പപ്പ എന്ന് വീണ് ബാലൻസ് ശരിക്കും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും രാവിലെ വീണിട്ട് താടിക്ക് 2 സ്റ്റിച്ച്. പപ്പയുടെ കാര്യം പറഞ്ഞു. ഇത് ഐഷു. അത് ഇതിന്റെ പേരെന്നാ? രേഖാമറിയോ? അയ്യോടി മോനെ, അത് തലേ വീണടി. അക്കു പോവാണേ. അങ്ങോട്ടാ
ചുമ്മാ മുകളത്തെ വീടുകളൊക്കെ ഒന്ന് പോയി ആ പിന്നെ അവിടെ കാഞ്ഞാടൊക്കെ ഇല്ല വിമാനം പാടുകയൊക്കെ വരാൻ എന്നാണ് വിശേഷം ഓ എന്നായിരിക്കുന്നു പിള്ളേരെ കൊണ്ടുവന്നില്ലേ ഇല്ല പിള്ളേരെ ഒന്നുമില്ല ഇപ്പൊ കാണുന്നേ ഇല്ലോ ഉണ്ട് ആ ഇറങ്ങാൻ കുറവാ മുണ്ടക്കത്തിന് പോലും ഇറങ്ങത്തില്ല ആണോ ഓക്കെ ബൈ ബാ ആ ശരി എന്നാ ആ കേറിയതാ നിന്റെ പുറത്തോട്ട് കേറിയതല്ലേ? കയറിയോ ഞാൻ പിടിച്ചില്ല വീടും പതിയെ ഇടപാടുണ്ട് വീട്ടിൽ പോയി ഹോയ് പിള്ളേരൊക്കെ എന്ത് ചെയ്യും പിള്ളേർ വീട്ടിൽ മുണ്ടക്കത്താ ആ നല്ല രസമുണ്ടല്ലോ അത് യൂട്യൂബ് ഇടുന്ന ലൈക്കിയാ അത് ഞാൻ മേടിച്ചു എന്നാണ്ട് ആയുധം ഇതല്ലേ എന്നാണ്ട് ഗാനമേളൊക്കെ വന്നാണോ നിർബന്ധമൊന്നുമില്ല ഞങ്ങൾ വേറൊന്നും പറയുന്നില്ലല്ലോ നമ്മൾ സംസാരിക്കുന്ന പോലെ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ആ നീ എവിടെയെങ്കിലും ഹായ് എന്നായിരിക്കുന്നു ഉണ്ടൊക്കെ കാശുണ്ടാവില്ലേ എപ്പോഴോ
ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എടുക്കും നിന്റെ ഫോട്ടോ ഇല്ല എനിക്കറിയാം, അതെനിക്കറിയാം. നിന്റെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ ആരുടെ ഫോട്ടോ എടുത്തിട്ടാലും നിന്റെ ഫോട്ടോ ഞാൻ എടുക്കും. എനിക്ക് അതിനുള്ള ധൈര്യമുണ്ട്. നീ എടുക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ എൻ്റെ ആ ഫോട്ടോ ഒന്നും എടുക്കില്ല. ഫോട്ടോ എടുക്കല്ലേ എടുക്കുന്നുണ്ടോ? നിൽക്കുന്നുണ്ടോ പഠിച്ചേ? ഇതിന് കിട്ടില്ലല്ലോ അവൻ കിടന്ന കലിപ്പ രോമ എഴുതിയിരിക്കുന്നത് അങ്ങേപ്പുണ്ട്. അയ്യോ ഇന്ന് വലിയ സാധനമാണോ നോക്കി? ഞാൻ നിന്നെ വിളിക്കുന്നത് ഇന്നലെ ഞാൻ വന്നായിരുന്നല്ലോ. ഞാൻ മറന്നുപോയി. ആ ഇന്നലെ പുള്ളി വാങ്ങി വെച്ചിട്ട് പോയതാ. നിങ്ങൾ ശരിയാ, അമ്മയായിരിക്കും അല്ലേ? അമ്മയായിരിക്കും. ആ അമ്മയും മോളും കൂടെ വന്നപ്പോ മൂന്നെണ്ണുള്ളൂ. എന്തോ ഈ 6 എണ്ണം. പൈസ എടുക്കലെന്ന് പറയുന്നു. അതൊന്നും മാറില്ല. അങ്ങോട്ട് ഇവിടെ വെക്കാനില്ല നീ പറഞ്ഞേ. ഇങ്ങോട്ട് വാ. ബാ ബാ. ആരാ നിന്നെ വഴക്കുണ്ടാക്കിയേ? നീ കിടന്ന് കരഞ്ഞോണ്ട് ഫോൺ ചെയ്തേ. വീണോ? നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കരഞ്ഞെന്ന് പറഞ്ഞു. ഇത് നാരായണി എന്തോ പറയരുതെന്ന് പറഞ്ഞു ശ്യാമളമ്മയോട്. കേട്ടോ എന്തോ പറയരുത്. ഫാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഫാൻ ഇട്ടിട്ട് വരാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ ആ ഫാൻ നിർത്തിയേക്കാൻ രഹസ്യമായിട്ട് ചെവി ചെന്നു. മേടിച്ചെന്നറിയോ? ഏതാൻറ്റി? രാജലക്ഷ്മി ആൻറ്റി അല്ല, വേറൊരു ആൻറ്റി ഉണ്ടല്ലോ. ഇന്ന് ഞാൻ പോവാന്ന് പറഞ്ഞില്ലേ എവിടാ? ജോസിന ആൻറ്റി. ആ ജോസിന ആൻറ്റി അല്ലോ, ചേച്ചി. അവള് ചേച്ചി പറഞ്ഞ ജോസിന ചേച്ചി മേടിച്ചു തന്നത് ശംഭുവിന്റെ നാരായണ. ആ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ട്. എല്ലാം ജോസിന ചേച്ചി മേടിച്ചു തന്നാ ശംഭുവിനെ. ആ എന്നാ പറഞ്ഞേ കൊച്ചിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞ നിനക്ക് കുറ്റം വരുവേ. പറയട്ടെ, ചോറ് വേണമെന്ന് പറഞ്ഞു. ചോറ് നമ്മളപ്പോഴത്തേന് വന്നിട്ട് പറഞ്ഞു എനിക്കും ചോറ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മക്കാലൊക്കെ ആയി അവർ വിശക്കായിരിക്കുക. അപ്പൊ ഞാൻ ഇച്ചിരി ചോറ് കൊടുത്തു. ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കേ ആശാരിയെ പണി കാണിച്ചു. അവിടെ ഇരുന്നോണ്ട് ആ ചോറ് അങ്ങ് വെതറി. അപ്പൊ വഴക്ക് പറഞ്ഞു. അപ്പൊ വഴക്ക് പറഞ്ഞു. വടി എടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേന് ആശാരി ഞാൻ പറയും കൈ കഴുകാൻ പറഞ്ഞു. കൈ കഴുകാണ്ട് ഇങ്ങോട്ടങ്ങാണ്ട് വന്നപ്പോ ഇവിടെ കൈ ഒന്നും അല്ല വീണൊന്നുമല്ലടി, കൈ ഒന്ന് കുത്തി തെന്നിയങ്ങാണ്ട്. ഞങ്ങളെ വിളിച്ചു തരുന്നേ. അത് ഞാൻ എണീറ്റപ്പോ അവള് കൂടെ വെക്കണം പറയാൻ നീ വെച്ചില്ല, വെക്കണ്ടെന്ന് പറഞ്ഞതായിരിക്കും. ജോസിന ചേച്ചിയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു. മോളുടെ പേരെന്നാ ജോസിന ചേച്ചിയുടെ? അത് കൂട്ടുകാരി മോളില്ലേ കുഞ്ഞുമാവ നമ്മളൊന്ന് സംസാരിച്ചില്ലേ? ഉണ്ടായിരുന്നു സംസാരിച്ചപ്പോ. ഹന്നമോള് അന്നയല്ല ഹന്ന വന്നായിരുന്നു. അവളൊരു ഹന്ന
അമ്മയുടെ പേര് ചോദിച്ചില്ല. നീ പറ. അമ്മയൊക്കെ ഉണ്ടായിരുന്നു, ജോസിന്റെ മമ്മിയും പപ്പയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിന് എന്ത് സാധനങ്ങളാണ് ഉണ്ടായിരുന്നോ? അവിടെ വന്നായിരുന്നേ, കാഞ്ഞപ്പള്ളി വന്നപ്പോ ബിരിയാണി ഇളക്കി തരുമോ? ഇളക്കണ്ട, നീ അങ്ങ് അങ്ങനെ അങ്ങ് കഴിക്കും. ചോറിന് പോങ്ങ കുഴച്ച് കുറച്ച് പ്ലീസ് ഇളക്കി താപ്പ ഈ തരത്തിലാണ്